പടച്ചവനെ ഇവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കണേ അല്ലാ. ഇവരുടെ ഈമാൻ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത, അത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം, എനിക്കാദ്യം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അല്ലാഹുവേ ആർക്കുണ്ടോ അവന്റെ ഈമാൻ വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പള്ളിയിൽ പോകുന്ന ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നവരുടെ പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായി ഖുർആൻ പറഞ്ഞത് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വിളിച്ചാൽ പെട്ടെന്ന് പോകണമെന്നല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിഫലം, ആദ്യം പോകുന്നവന് ഒട്ടകത്തിന്റെ പ്രതിഫലം. ഉസ്താദ്, വെള്ളിയാഴ്ച ആദ്യം പോകുന്ന ആൾക്ക് ഒട്ടകത്തിന്റെ പ്രതിഫലം, രണ്ടാമത് പോകുന്നവർക്ക് ഇങ്ങനെ ഓരോ വിഭാഗമല്ലേ, അവസാനം പോകുന്ന ആൾക്ക് മുട്ടയുടെ പ്രതിഫലമല്ലേ? വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ ആദ്യം പോകുന്ന ആൾക്ക് ഒട്ടകത്തിന് അറുത്ത പ്രതിഫലം. അങ്ങനെ തുടങ്ങി 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 അവസാനം ജുമായ്ക്ക് പള്ളിയിൽ പോകുന്നവന് മുട്ടയുടെ കൂലി. നമുക്ക് മുട്ടയുടെ തോടിന്റെ കൂലി പോലും കിട്ടൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നാലോചിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. ഈ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന നമുക്ക് പോത്തിനെ അറുത്തു കൊടുത്ത പ്രതിഫലം അതിനൊന്നും പറയാൻ പാടില്ല, അതൊക്കെ വേറെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിന് അറുത്ത കൂലി പോയിട്ട് ഒരു മുട്ടത്തോടിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. വെള്ളിയാഴ്ച പള്ളി പോയി ജുമാ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയും? ഇങ്ങോട്ട് നോക്ക്, പഠിച്ചു വെച്ചോ. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഈ വെള്ളിയാഴ്ച പോയിട്ട് വാങ്ങോ? ഇങ്ങോട്ട് നോക്ക് ചങ്ങായിമാരെ, ഈ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ജുമയുടെ പരിപൂർണ പ്രതിഫലം വാങ്ങാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയാം, പോയി വാങ്ങോ. നിയത്തിന്നവരൊക്കെ കൈവക്കിക്ക്. ഈ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് ഉസ്താദെ നിങ്ങൾ കൈവക്കട ചങ്ങാതി. കാരണം എന്താ? വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം നമുക്കറിയില്ല, എല്ലാ സിനിമാ സംവിധായകന്മാർക്കും അറിയാം. കാരണം എല്ലാ പുതിയ സിനിമകളും ഇറങ്ങുന്ന ഇന്നത്തെ ദിവസമാണ്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളിയാഴ്ച, ഇവിടെ എന്നാപ്പാ ബർക്കത്തായ ദിവസം. അതന്നെ, വെള്ളിയാഴ്ച ദിവസം എല്ലാ പുതിയ സിനിമകളും ഇറങ്ങുന്നത് വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ നാട്ടിൽ. അതുകൊണ്ട് കാണാൻ ജുമായുടെ സമയത്ത് പടച്ചോനെ പാപ്പാടെ ഫ്ലെക്സിന്റെ മുകളിൽ കയറി നിൽക്കുക മക്കള്. വെള്ളിയാഴ്ച രാവിലെ വാപ്പ പള്ളിയിൽ പോകുമ്പോ, വാപ്പ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോകുമ്പോ മോനവട സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ഇതുപോലെ വലിയ ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട് അവന്റെ വാപ്പാടെ. അതിന്റെ മുകളിൽ കയറി നിൽക്കുക, പൂടാൻ, പാലൊടിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പാപ്പാടെ തലയിൽ ഒഴിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയാന്, ഇതിന്റെ മോളിൽ ഒഴിച്ചിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം അവർക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം 20 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം? ഒന്ന് പറ, എത്ര കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം? 20 കൊല്ലം. പോയി വാങ്ങൂ, പറ ചങ്ങാതിമാരെ, പോയി വാങ്ങൂ. നിങ്ങൾക്ക് മടുത്ത? ഇല്ലല്ലോ, 12 മണി ആയില്ലല്ലോ. ചുമ്മാതല്ലപ്പാ. എന്നാ ടൈമിന്നറിയോ? 11:56 ആയപ്പോ തന്നെ 56 അതാണ് എല്ലാരും ഒരു സൈലന്റ് നിൽക്കണേ. എന്തേപ്പാ മടുത്ത? ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്തായാലും കുറച്ചേരം എന്തായാലും കുറച്ച്. ഇനിയിപ്പോ ഇനി അടുത്ത വയലുള്ളത് ഈ മാസം 19-ാം തീയതിയാണെന്ന് തോന്നുന്നു. എന്താ എന്റെ കയ്യിൽ നോട്ടീസ് കൊണ്ട് തന്നു, പക്ഷെ അത് മലയാളത്തിൽ അല്ലാത്തതുകൊണ്ട് സ്ഥലം അറിയില്ല. കൊക്കട. കൊക്കട എന്തായാലും സ്ഥലം മനസ്സിലായല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ മാസം 19-ാം തീയതിയാണ് വയത്. എല്ലാരും വരണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുന്ന വിഷയം എന്താണെന്നറിയോ? അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, ഒരു സഹാബിയെ കണ്ടപ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10 വർഷം ജോലി ചെയ്ത ഒരു സഹാബി, ഒരു താബിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ പറഞ്ഞു, നിന്നെ എങ്ങാനും പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ സ്നേഹിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ 10 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായി നിന്ന, ഖാദിമായി നിന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയാ, നിങ്ങളെ എങ്ങാനും മുത്തുനബി കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ